ഓ ഗുഡ് മോർണിംഗ് ഗൈസ്. അതിരാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കാട്ടാറ് ഒഴുകുന്ന ഒച്ചയൊക്കെ ആയിട്ട് ഓഹ് എന്താ ഒരു സുഖം എന്നറിയാമോ. ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് കാട്ടാറ് ഇങ്ങനെ ഒഴുകുന്ന പാറയും അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകുന്ന കഴിഞ്ഞ പ്രാവശ്യം പെരിയകൊമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ കണ്ട ആ ഒരു രൂപമേ അല്ല. ഈ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ പാറക്കല്ലും വെള്ളവും ഒരു വൈബ് തന്നെ ഉണ്ട്. ശരിക്കും നല്ല തണുപ്പുണ്ട്. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് അപ്പച്ചനെയൊക്കെ കൂടെ വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബന്ധു വീടുണ്ടായിരുന്നു. രാവിലെ തന്നെ അവർ ഈ കാട്ടാറിൽ കുളിക്കാനായിട്ട് പോകും. അപ്പം അങ്ങനെ പോകുമ്പോൾ ഇതുപോലത്തെ ഇതേ ഒരു അവസ്ഥയാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഓർമ്മയിലുള്ളത് ആ ഒരു കാലഘട്ടമാണ്. എനിക്ക് തോന്നുന്നു വല്ല 1ാം ക്ലാസ്സിലെ വല്ലതൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നടന്ന് ഈ കാട്ടാറിലെത്തി അവിടെ ചെന്ന് കുളിച്ച് പോരുന്ന ഒരു രംഗം ഞാൻ അന്ന് തുടങ്ങിയ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിഷ് ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കതൊന്ന് വീണ്ടും എൻ്റെ മെമ്മറിയിലേക്ക് വരുന്നത്. അത് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അയവിറക്കാന്ന് പറയും, അയവിറക്കൽ. അതൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് എങ്ങനെയാണ് കിട്ടണമെന്നുള്ളത്. കൂടി നടന്ന് പുഴയിലോട്ട് നല്ല പരിപാടി അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇവിടെ ആനപ്പിണ്ടൊന്നും കാണുന്നില്ല. ഇടക്ക് മൃഗങ്ങളൊന്നും വന്നിട്ടില്ല. അടിപൊളി തണുത്തോളം. ലോഗോസിന്റെ താഴെയായിട്ട് പാറക്കല്ലിന്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ഗുഹ, ചെറിയൊരു ഗുഹ. ആരെങ്കിലും ഉണ്ടാവോ? ആരെയും കാണണില്ല. ഏതായാലും മോളിൽ നിന്ന് ലൈറ്റ് വീഴാണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മാത്രം കുറച്ച് വെട്ടം. ഏതായാലും തിരിച്ചു പോന്നേക്കാം. അത് തന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ പറ്റും.
പുൽക്കൂട്.